തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണനെതിരെ പരാതിയുമായി ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം ഗീതാകുമാരി 25 ലക്ഷം രൂപ വായ്പ വാങ്ങിയ ശേഷം തിരിച്ചു നൽകിയില്ല. ബി.ജെ.പി. വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയാണ് അനന്തുവിനെ പരിചയപ്പെടുത്തിയതെന്നും ഗീതാകുമാരി പറഞ്ഞു. എൻ്റെ വീടിൻ്റെ വയറിങ് നടത്തിയിട്ടില്ല, പ്ലംബിങ് നടത്തിയിട്ടില്ല, റൂഫിങ് നടത്തിയിട്ടില്ല, പെങ്ങളുടെ കല്യാണം നടന്നിട്ടില്ല, പെങ്ങൾക്ക് 10-100 പവൻ്റെ സ്വർണം വേണം, എനിക്ക് ജോലിയില്ല, വണ്ടിയില്ല, ഇതെല്ലാം ടീച്ചർ പറയുന്ന പോലെ കാലഘട്ടം എടുത്തൊന്നും നടത്തി രക്ഷപ്പെടാൻ പറ്റത്തില്ല. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോട്ടമല എസ്റ്റേറ്റും അതേപോലെ തന്നെ പാലക്കാട് മൗലാന അബ്ദുൽ കലാം ഹോസ്പിറ്റലും കൂടെ ഏതോ ഒരാൾ തമിഴ്നാട്ടിൽ 300 കോടി രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഇവനറിയാവുന്ന ഒത്തിരി പ്രമേള ഉൾപ്പെടെ പലർക്കും ഇതിനെപ്പറ്റിയൊക്കെ അറിയാം, സ്വാധീനമുണ്ട്. ഇതിനകത്ത് നല്ലൊരു ജോലി ഇവന് കരസ്ഥമാക്കാൻ പറ്റും. ആ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ 300 കോടിയിൽ ഒരു പോർഷൻ, ഒരു ഭാഗം ഇവൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പൈസ വേണമെന്ന് പറഞ്ഞ് എന്നെ അങ്ങ് നിർബന്ധിക്കാൻ തുടങ്ങി. ഞാൻ പലരോടായിട്ട് സംഘടിപ്പിച്ചു, എൻ്റെ സ്വർണം പണയം വെച്ചും പിന്നെ പല സംഭവത്തിൽ നിന്ന് ലോൺ എടുത്തിട്ടും ഇൻഷുറൻസിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടും ചിട്ടി പിടിച്ചത്. അതായത് 5 ലക്ഷം രൂപയുടെ ചിട്ടിയാണ് 2 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നുള്ളൂ. അങ്ങനെ ചിട്ടി പിടിച്ചിട്ടും ഒക്കെയാണ് ഇവന് ഈ പൈസ 25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അതങ്ങനെ സമയാസമയത്തൊന്നും തിരിച്ചു തരുന്നില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു കോട്ടമല എസ്റ്റേറ്റിൻ്റെ ഈ ഇതിനകത്ത് അതെല്ലാം അർപ്പിക്കപ്പെട്ടു, ഇനി അവിടം വരെ പോവുകയാണ്, ഈ പൈസ ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ്റെ കൂടെ മദ്രാസിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ശരിക്കും എന്തെന്നാണ് ഇവർ കർണാടകയായിട്ടുള്ള കാവേരി നദീജല തർക്കത്തിൻ്റെ പേരിൽ ഈ മദ്രാസിൽ കംപ്ലീറ്റ് ബന്ധാണ്. ഒരു ചായക്കട പോലും തുറന്നിട്ടില്ല, കളിപ്പീരായിരുന്നു അത്. അങ്ങനെ അവിടെ നിന്നൊന്നും നടക്കാതെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഈ പൈസ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഞാൻ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയാണ് എറണാകുളത്ത് നിന്ന് വക്കീലിനെ കാണുന്നതും കേസിൽ